ഷെഫ് പിള്ളയുടെ വൈറലായ വേണാട് പാൽക്കൊഞ്ചാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ രുചികരമായ ഈ പാൽക്കൊഞ്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇത് തയ്യാറാക്കുന്നതിനൊക്കെ ആവശ്യമായ കൊഞ്ച് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൊഞ്ചിൽ നമുക്കൊന്ന് മസാല പുരട്ടാം. 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് വയ്ക്കാം. ഈ കൊഞ്ചിൽ മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കൊഞ്ച് ഒരു സൈഡെല്ലാം നല്ല ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ ഉള്ളി ഒരു കുറച്ചിത് അതും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് മറു സൈഡും കൂടെ നമുക്ക് ഫ്രൈ ചെയ്താൽ വയ്ക്കണം. രണ്ട് സൈഡും ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഈ പാലെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് ഈ കൊഞ്ചിൽ ഈ പാലൊക്കെ പിടിച്ചൊന്ന് വറ്റി വരണം. വളരെ രുചികരമാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം.
ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തുടർന്ന് ഞാനിടുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.